Hi guys, how are you all doing? Welcome to another video. So, എനിക്കറിയത്തില്ല ഈ വീഡിയോ പുറത്ത് വരുമോ ഇല്ലയെന്ന്, ബട്ട് ഞാനൊരു 2-3 വർഷം മുമ്പ് സലാല വ്ളോഗിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് നോട്ട് ഏബിൾ ടു പോസ്റ്റ് പാർട്ട് 2 ഓഫ് ദറ്റ് വീഡിയോ ബിക്കോസ് അത് കഴിഞ്ഞ് ഐ ബിക്കെയിം പ്രഗ്നൻറ്റ്, പിന്നെ എമ വാസ് ദെയർ. അപ്പോൾ ആ സ്റ്റോറി ഐ ഓൾറെഡി ടോൾഡ്. ഞാൻ ഓൾറെഡി ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. സോ ഞാനത് പറഞ്ഞ് ഇങ്ങനെ വർപ്പിക്കുന്നില്ല. സോ ദിസ് ഇസ് മീ അറ്റ് ഹോം വിത്ത് എ ബെയർ ഫേസ്, ദർ ഇസ് നത്തിങ് ഓൺ മൈ ഫേസ്. സോ ഇന്ന് രാത്രി ഞങ്ങൾ ഇപ്പം ഇവിടെ സമയം 9 at night. ഇന്ന് രാത്രിയല്ല, 12 AM വി ആർ ഗോയിങ് ബൈ റോഡ് ടു സലാല വിത്ത് എമ. അപ്പം അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്യണത്. സോ ഐ വിൽ ബി ഷോയിങ് യു പ്ലേസസ് ഞങ്ങളവിടെ കാണുന്നതും. എനിക്കിത് ഓൾറെഡി മറ്റേ വ്ളോഗിലുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഐ മൈറ്റ് ബി കവറിങ് ദ സെയിം പ്ലേസസ് ഓർ മേ ബി ഡിഫറെൻറ്റ് വൺസ്. സോ ലെറ്റ്സ് സീ ദാറ്റ്. യാ, ഇപ്പം ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ്. കുറച്ച് നേരം ഉറങ്ങിയിട്ട് 11:30 എഴുന്നേറ്റ്. കുഞ്ഞുമണി ഓൾറെഡി ഉറങ്ങാൻ പോയി. സോ അവൾ അതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവാം എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞങ്ങൾ സലാല എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബി മോർണിംഗ്, മേ ബി 10 in the morning. ആ സമയമാകുമ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടാവത്തുള്ളൂ. സോ വി തോട്ട് ഇതാണ് ദ ഗുഡ് വേ ടു ട്രാവൽ, സോ ദാറ്റ് നമുക്ക് വണ്ടിക്കും വലിയ പ്രശ്നം വരില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ട്രാവൽ. നമ്മൾ വണ്ടിക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ടു പ്ലാൻ നൈറ്റ്. അപ്പം തിങ്കിങ് ദിസ് വേ, ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. സോ ദിസ് ഇസ് ടയേർഡ് ഫേസ്, ലെറ്റ് മീ ഗോ ടു സ്ലീപ്പ്. അപ്പം ഉറങ്ങി എഴുന്നേറ്റ് ഒരു 11:30 ആകുമ്പോൾ എഴുന്നേറ്റ് 12 ആകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കണം. ബൈ. ബാക്കി ക്ലിപ്സ് കമ്മിങ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു പോകാൻ റെഡിയായി. എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്തു വണ്ടിയിൽ. സോ 12 മണിക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മണിയായി. അത്ര ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഉറക്കത്തിൽ ഇതൊക്കെ ഒന്ന് എഴുന്നേക്കാൻ. സോ ദിസ് ഈസ് ദ ടൈം വെൻ വി ആർ ലീവിങ്, 1 മണി. അപ്പം ഐ വിൽ ഷോ യു ആസ് വി മൂവ്. യെസ്, ഇവിടെ ഉറക്കമാണ്. നമ്മളിവിടെ ചേച്ചിയുണ്ട്. എമ ഈസ് സ്ലീപ്പിംഗ്. നമ്മളാരും ഉറങ്ങാതിരിക്കുക. നമുക്കിനിയും 7 hours അല്ലേ, 7 hours and some minutes കൂടെ ഉണ്ട്. ക്രോസൻ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ
ഹലോ പറ. ഹലോ. പുള്ളിക്കാരി ക്രോസ് ഉണ്ടൊക്കെ കഴിച്ചേക്കുക. നമ്മളവിടെ വണ്ടി ഇച്ചിരി നേരം നിർത്തിയിട്ടു. ഇനിയും പകുതി വഴി പോകണം. ഗൈസ് നമ്മളിപ്പോൾ വീട്ടിൽ പോകാൻ നമ്മൾ സലാല സലാല ടച്ച് ചെയ്തു തുമ്പരയത്തേന്ന്. വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി പരിപാടി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ റൂം ഇത് കുഞ്ഞുമണീൻ്റെ ഓണം ഡ്രസ്, മൈ സെറ്റും ഉണ്ട്, ബ്ലൗസും ഗെറ്റപ്പും. ഞാൻ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞുമണീൻ്റെ ഡ്രസ്സ്. ഇതൊക്കെ മമ്മി വാങ്ങിച്ചതാണ്. സോ എൻ്റെ സെലക്ഷൻ അല്ല, ബട്ട് ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. അപ്പം ഇതെല്ലാം ഇട്ട് ഇനി നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ്. സോ റെഡി ആയി കഴിഞ്ഞ് ഐ വിൽ ഷോ ദി ഗെറ്റപ്പ് എല്ലാവരുടെയും. ജോണി ജോണി പപ്പ നമ്മള് കറക്റ്റ് അവിടെ ഹൈവേ എത്തി നിർത്തി. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടായി. പക്ഷെ ഭാഗ്യത്തിന് അവിടെ ഒരു ഒമാനി ഉണ്ടായി. അവനപ്പം തന്നെ ഒരു കാര്യം വിളിച്ചിട്ട് ഏതോ മെക്കാനിക്ക് ഒന്ന് വന്നിട്ട് അവരുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ ഗൈസ്, നമ്മൾ രാവിലത്തെ ഓണം ആൻഡ് സദ്യയെല്ലാം കഴിഞ്ഞു വന്നു, കിടന്നു. പിന്നെ ഇപ്പം വി ആർ ഗോയിങ് ഔട്ട്.
ഇവിടുത്തെ ഡ്രസ്സിലിംഗ് ഒക്കെ കാണാനും പിന്നെ ടു ഹാവ് സം ഫുഡ് ആൻഡ് ഓൾ. സോ ലെറ്റ്സ് സീ ദാറ്റ്. കം ഓൺ വിത്ത് മീ. സോ നമ്മൾ ഓർഡർ ചെയ്തത് ഫത്തീറ, ചിക്കൻ ആൻഡ് ചീസ്, പിന്നെ എഗ് ആൻഡ് ചീസ്, പിന്നെ ദിസ് ഈസ് മിഷ്കാക്ക്. ഇതാണ് മിഷ്കാക്ക്. അപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിക്കാമോ? ഇമെയിൽ അൺബോക്സ് ചെയ്യണം. മലയാളികൾ പറയുന്ന ഞാൻ പറയുന്നല്ല. സോ ദിസ് ഇസ് മിഷ്കാക്ക്. വാവ്. സോ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ കഴിക്കുന്നത് വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട്. വാട്ട് എ വെദർ. ഹൗസ് ദ വെദർ? ഇവിടെ നല്ല വെദർ. സോ നമ്മളിവിടെ ഇരുന്നാണ് ഫത്തീറ ആൻഡ് മിഷ്കാക്ക് കഴിക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ദർ ഇസ് നൈസ് വെദർ, നല്ല വെദർ. സോറി, എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ദ വെദർ ഇസ് റിയലി ഗുഡ്. നല്ല തിരക്കായിരുന്നു. യെസ്. അപ്പോൾ സലാലിൽ നിങ്ങൾക്ക് പശുവിനെയും കാണാൻ പറ്റും. ലുക്ക് അറ്റ് ദാറ്റ്. രാത്രി ഇറങ്ങി നടക്കുവാണ്. വെൽക്കം ടു ഡേ 2 ഇൻ സലാല. അപ്പം നമ്മൾ ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ദെൻ വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട്സൈഡ് ടു വാദി ദർബാത്ത്. പിന്നെ അങ്ങനെ കുറേ സ്ഥലത്ത് പോയി അവിടുത്തെ ഖരീഫ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നലത്തെ ഓണം ആൻഡ് ഓൾ ദീസ് തിങ്സ് കഴിഞ്ഞ് വി ഹാഡ് ഡിന്നർ ഫ്രം ഔട്ട്സൈഡ്. വി ഹാഡ് സം മിഷ്കാക്ക് ആൻഡ് ഫത്തീറ. അതെപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ കഴിക്കുന്നതാണ്. സോ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഖരീഫ് കണ്ടത് ഇറ്റ് വാസ് ബാക്ക് ഇൻ 2022. ആ സമയത്ത് നമ്മൾ വന്നപ്പം ഇങ്ങനെ ഖരീഫ് അങ്ങനെ ആയിട്ടുമില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പോകണം. അപ്പോൾ ഇവിടുത്തെ വെതറിൽ യുവർ ഹെയർ ഇങ്ങനെ ഇരിക്കത്തില്ല. ഇതിനിപ്പോൾ വെളിയിലോട്ട് ഇറക്കുമ്പോൾ ഇങ്ങനെ വേവ് ചെയ്യും. അപ്പോൾ തന്നെ ഇതിങ്ങനെ ഇറ്റ്സ് കേളിങ്. മൈ ഹെയർ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വന്നതാണ്. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് ലൈക്ക് ദിസ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ഹലോ പറഞ്ഞേ, ഹലോ, ഹായ്, ചൽ ഹായ്, 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 ഹായ് പറ, ഹായ് പറ, ഹായ് പറ. നമ്മളൊക്കെ റെഡിയായി. സോ ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വി ആർ ഗോയിങ് ഔട്ട്. ഇങ്ങനെ റൈറ്റ്. ഇങ്ങനെ കാണിക്കുന്നു.
ഗൈസ് ഇതാണ് വാദി ദർബാദ് ബോട്ടിംഗ് ഏരിയ. ഇല്ലാത്തൊരു ഫോട്ടോ പിടിക്കാൻ വേണ്ടി ഇവിടത്തേക്ക് വന്നു. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ ഗൈസ്. ഇതാണ് വാദി ദർബാദ്. നമ്മൾ നേരത്തെ പോയത് വേറൊരു സൈഡായിരുന്നു, ഇത് വേറെ സൈഡ്. ഇവിടെയും ബോട്ടിങ്ങും കാഫേസും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു 2 വർഷം മുമ്പ് വന്നപ്പം വേറൊരു സെറ്റപ്പായിരുന്നു, ഇപ്പോൾ ഒരുപാട് മാറി. സച്ച് എ പ്രിറ്റി കഫേ. നമ്മൾ ചിലപ്പോൾ ഇതിനകത്ത് കോഫി കുടിക്കാൻ പോയാലോ എല്ലാവരും മുന്നോട്ട് നടക്കുന്നു. സോ I just stopped by this cafe. It looks very nice. Emil, let's have coffee. Vidana? Okay. Okay, he wants to have something from there. Glass house. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ cafes ഉണ്ട്. This is one. There is so many അവിടെ. Guys, നമ്മൾ അളിയൻ്റെ ബിസിനസ് സ്ഥലത്തെത്തിയേക്കാണ്. ഫോർമൂൺസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാനത് ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ ചുമ്മാ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യാം. രക്ഷപ്പെടട്ടെ. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ ബിസിനസ്, ഫോർമൂൺ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കുഞ്ഞുമണി ഉറങ്ങിപ്പോയി when we came here. ഇതാണ് മുതലാളിയുടെ ഭാര്യ. ചേച്ചി എൻ്റെ യൂട്യൂബ് ചാനൽ വരും. വെളിക്ക് ഹോർമോൺസിനെ പറ്റി ഒന്നും പറയണം. സോറി, പുള്ളിക്കാരി ക്യാമറ ഷോ ചെയ്യാം. ഹോർമോൺസിനെ പറ്റി 2 വാക്ക്. ഒരാൾ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക. ആദ്യമായിട്ടാണ് പാക്കറ്റിലെ ജ്യൂസ് കുടിക്കണം. അങ്ങ് എൻജോയ് ചെയ്യോ. കുഞ്ഞു ചിക്കൻ എവിടെ? ചിക്കൻ വേർ ഇസ് എ ചിക്കൻ? ചിക്കൻ എന്തി? ചിക്ക ഗൈസ്, നമ്മളിവിടെ ലഞ്ച് കഴിക്കാൻ വന്നേക്കുവാണ്. ആ ശബ്ദം ഇട്ട ആളിതാ. അപ്പൊ എന്നെ തെറ്റിദ്ധരിക്കല്ല. ഓക്കെ, നമ്മൾ ഫത്തീറ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് പറഞ്ഞിട്ടുണ്ട്, കപ്സി. ഇവിടെ ഒരാൾ മിഷ്കാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത് മിഷ്കാക്ക പറഞ്ഞു? ഭയങ്കര പണ്ഡിതര.
ഹായ് ഗൈസ്, നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് വി കെയിം ടു ഇറ്റിൻ കേവ് പാർക്ക്. സോ ഇവിടെ അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് ഡ്രസ്സിലിംഗ്. സോ നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് നടക്കണം. അവിടെ ഒരു ചെറിയൊരു കേവ് പാർക്ക് പോലെ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇറ്റിൻ. ഈറ്റിൻ മൊത്തം ഇപ്പം ഈ ഒരു ഫ്ലവറാണ്. വാവ്, ദിസ് ലുക്സ് വെരി നൈസ്. ഗൈസ്, നമ്മൾ ഇറ്റിനൊക്കെ കറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. എമ്മ ഇച്ചിരി ക്രാങ്കിയായിരുന്നു. സോ നൗ ഞാനും എമിലും വി ആർ ഗോയിങ് ഫോർ എ മൂവി. ലോക മൂവി കാണാൻ പോവാണ് അറ്റ് ഒയാസിസ് മോൾ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് രാത്രി നമുക്ക് ഡിന്നറുണ്ട് ബ്രദറിൻ്റെ വീട്ടിൽ. അങ്ങനെ see you later. ചെറിയ ബർത്ത്ഡേ പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി ഇത് മാത്രമേ ഉള്ളൂ. ചോദിക്കുന്ന വേറെ കേക്കൊക്കെ ഇട്ടോണ്ട് സ്റ്റേക്ക് കഴിക്കും. ഇത് തമ്മിലാക്കാം, ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്. താങ്ക് യു, ബൈ. അടി തട്ടല്ലോ, അവിടെ തട്ടിയെന്നില്ല. Day 3 in Salala. നമ്മൾ ഇന്ന് എവിടെ പോന്നു? ഞാൻ ഇന്നലെ പോനാ മോനോട് അന്നേരം പറഞ്ഞേ. നമ്മള് സ്ഥലമല്ല, ഇന്ന് നമ്മൾ പോകുന്നത് മുക്സേൽ ആൻഡ് വേറൊരു സ്ഥലം കൂടെ. എനിക്ക് ആ പേര് മറന്നുപോയി. നീ മറന്നു? ചുമ്മാ പറയല്ലേ, പറ. അങ്ങനെ ഒരു സ്ഥലം. നമ്മൾ പക്ഷേ ഇങ്ങനെ വെള്ളച്ചാട്ടമുള്ള സ്ഥലമൊന്നും പോയില്ല. എന്താന്ന് വെച്ചാൽ അവിടെ ഡ്രോസോഫില്ലർ ഒരു കുഞ്ഞീച്ച ഓൾറെഡി ഒരു കടി കയ്യിൽ കാണാം, ഒരു കടി. അപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സുഡോ ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വൈറ്റ് വരാതെ. സോറി, ഇവിടെ ഭയങ്കര ബഹളമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കത്തില്ല. മറ്റുള്ളവർ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ കേൾക്കുന്ന. ഈ പുള്ളിക്കാരി ലൗഡ് സ്പീക്കർ. സോ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കാം. സോ നമ്മളിപ്പോൾ പോകുന്ന മുക്സയിലാണ്. മുക്സയിൽ ഇസ് ലൈക്ക് ഇച്ചിരി ബീച്ച് ആൻഡ് മൗണ്ടൻസ് ഉള്ളൊരു സ്ഥലം. ഞാൻ മുമ്പ് ചെയ്ത വ്ളോഗിലും ഇറ്റ് ഇസ് ദെയർ. പക്ഷെ അന്ന് ഇറ്റ് വാസ് നല്ല ഫോഗി വെതറായിരുന്നു. ഇപ്പം നിങ്ങൾ ഖരീഫ് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു കം സെപ്റ്റംബർ ആദ്യം. സെപ്റ്റംബർ മിഡ് കഴിയുമ്പോഴേക്കും ഇവിടെ വെയിലാവും. പിന്നെ ഇവിടുത്തെ പച്ചപ്പൊക്കെ പയ്യും. സോ ജൂൺ പകുതി തൊട്ട് സെപ്റ്റംബർ മിഡ് വരെ ഉണ്ടാവും. ജൂൺ പകുതി ലൈക്ക് സ്റ്റാർട്ടിങ് ഓൺലി. പക്ഷേ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ഇസ് ഫുള്ളി ഫോഗി വെതർ ആയിരിക്കും. സോ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സെപ്റ്റംബർ ആദ്യം വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടുത്തെ തിരക്കും കുറവുണ്ടാവും. അങ്ങനെ നിനക്ക് സംസാരിക്കാൻ
Hello. Hello all. How are you? യൂട്ടേൺ എടുക്കണം. ഇത് ഷെല്ല അപ്പൊ നമുക്ക് ഇനി മുക്സയിൽ എത്തിയിട്ട് അതേ പറ്റത്തുള്ളൂ. എന്താ അൽമക എന്നാ പിന്നെ നേരെ പോകാം. ഇവിടെ നമ്മുടെ വണ്ടി കൊണ്ട് അരവത്തുള്ളൂ. ഇനി അലയിൽ പറയും ഇത്രയും കട്ടറൊക്കെ നമ്മൾ ഈ ഒരു മാങ്ങ സ്പൈസി മാംഗോ വാങ്ങിച്ചു. നമ്മളിപ്പോൾ ഇവിടെ മുക്സയിലെത്തി. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് സണ്ണി ഇവിടെ, ഇച്ചിരി വെയിലുണ്ട്. ഓക്കെ. സോ ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. എമിൽ കുറച്ച് ഫ്രൈസും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ ഇപ്പം ഇച്ചിരി ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി ഒരു ചിൽ വെതറാണ്. പക്ഷെ അവിടെ നിന്ന് ഇച്ചിരി വെയിലുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സെപ്റ്റംബർ ആണല്ലോ, അപ്പം ഇതെല്ലാം കഴിയാറായി. സോ ഇത് കഴിച്ചോണ്ട് നമുക്ക് നടക്കാം. ഇറ്റ്സ് എ നൈസ് വെതർ കമ്പയർഡ് ടു GCC. ബാക്കി കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല മിസ്റ്റി വെതറൊക്കെ ആസ്വദിച്ച് നടക്കാം. നിങ്ങൾ ആരെങ്കിലും സലാല ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അണ്ടർ ദ വീഡിയോ നിങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം ഏതായിരുന്നു. ഫോർ മീ എവറി ടൈം ഇറ്റ്സ് വാദി ദർബാത്ത്. മുക്സയിലും മുക്സയിൽ നമുക്ക് ഖരീഫ് അല്ലാത്ത സമയത്താണെങ്കിൽ ഇറ്റ് ലുക്സ് വെരി ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ രസമാണ് കാണാൻ ഖരീഫുള്ള സമയത്ത്. ബട്ട് ബോത്ത് ദ ടൈംസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. സോ also like a place you should visit during Kharif season. ഇപ്പോൾ ടൂറിസ്റ്റ് ഇച്ചിരി കുറവുണ്ട്, അപ്പോൾ തിരക്കൊക്കെ ഇച്ചിരി കുറവുണ്ട്. പക്ഷേ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ബിക്കോസ് സ്കൂളും ക്ലോസ് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ, സമ്മർ ബ്രേക്കിൻ്റെ ടൈം ആയിരിക്കുന്നതുകൊണ്ട് ആ സമയത്തേക്കുള്ള വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി തിരക്കുണ്ടാവും. അപ്പോൾ തിരക്ക് ഇച്ചിരി കുറവുണ്ട്. സോ ദാറ്റ് ഇസ് ആണ് മുക്സയിൽ ബീച്ച് ആൻഡ് ദിസ് ഇസ് ദി കേവ്. സോ ഇവിടെ ഇങ്ങനെ ചെറിയ ടുക്ക് വണ്ടീസുണ്ട്. അപ്പം നമുക്ക് പാർക്ക് ചെയ്യുന്ന പണ്ടൊക്കെ ഇവിടെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം അങ്ങ് ദൂരെ വേണം പാർക്ക് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ നടന്ന് ഇവിടെ വരെ വന്നത്. അപ്പം കുഞ്ഞും മമ്മിയും പിന്നെ നമ്മുടെ മെയ്ഡും ഈ ടുക്കിൽ അങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ നല്ലൊരു കാർഡിയോ എക്സസൈസ് അല്ലേ നടക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി കുറേ തീറ്റ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ നടന്നുകൊണ്ട് കുറച്ച് എക്സസൈസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടക്കുമായിരുന്നു. എമിൽ ബാക്കിൽ തന്നെ ഉണ്ട്, ബാക്കിൽ വരുന്നുണ്ട് വേറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട്. സോ ദിസ് ഈസ് ദ ബീച്ച് ഒരു സൈഡിൽ, ദിസ് ഈസ് ദ കേവ്. അപ്പം ഖരീഫ് ആകുമ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് ഇതെല്ലാം പച്ചയായിരിക്കും. പിന്നെ കുറച്ചും കൂടെ മിസ്റ്റ് ആൻഡ് ചിൽ വെതർ, കുറച്ചും കൂടി ഇത്ര സണ്ണിയല്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല വെയിലാണ്. ഗൈസ് അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് ടിൽ ഹിയർ. സോ ഇതൊക്കെ ഇപ്പം വന്നതാണ്, നേരത്തെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ. സോറി, ഇച്ചിരി ഷെയ്ക്കാണ്. നമ്മുടെ ഇക്കോ ടാക്സിയിലാണ്.
ഇക്കോ ടാക്സി. ഈ കഫേയുടെ ഒരു സീറ്റിംഗ് ഏരിയ. ആൻഡ് ഇവിടെ നിന്ന് വി ഗെറ്റ് എ വെരി ഗുഡ് വ്യൂ. അങ്ങനെ കുറച്ച് റൈഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. കേക്കും ഒരു കോഫി ആൻഡ് വ്യൂ. അതാണ് ഗൈസ്. നമ്മൾ ഇപ്പം ഐൻ അത്തും വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. സോ ഇഫ് എനിവൺ വാണ്ട്സ് ടു വിസിറ്റ് സലാല, ഈ സ്ഥലങ്ങളൊക്കെ യു ക്യാൻ വിസിറ്റ് ഇറ്റ്. ഗൈസ്, നമ്മളിപ്പം ഐൻ അത്തുവും ഒക്കെ കഴിഞ്ഞ് വി ജസ്റ്റ് കെയിം ടു ഹാവ് സം ഫുഡ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന അൽ വത്തിക്ക ഈ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഇവിടെ ആയിരിക്കുന്നവർക്ക് എന്താണെങ്കിലും അൽ വത്തിക്ക അറിയാതിരിക്കത്തില്ല. നമ്മളൊക്കെ പഠിക്കുന്ന സമയം മുതൽ ഇവിടെ വരുന്ന ഒരു ചെറിയൊരു കടയാണ്. ദേ ഹാവ് സോ മെനി ബ്രാഞ്ചസ് ഇപ്പം. സോ ഇവിടുത്തെ എഗ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ഈ സ്മോൾ ഐസ്ക്രീം ഒക്കെ റിയലി ഗുഡ്. അപ്പോൾ സലാലിൽ വരുന്നവർ ഇവിടെ വരിക. ഇറ്റ്സ് എ റിയലി സ്മോൾ കട, പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ ആണ് ഗൈസ് വത്തിക്കയിലെ എഗ് സാൻഡ്വിച്ച്. ഇറ്റ്സ് നത്തിങ് ഫാൻസി, പക്ഷേ ദിസ് ടേസ്റ്റ് റിയലി ഗുഡ്, ലൈക്ക് ഹോം മെയ്ഡ് സാൻഡ്വിച്ച് പോലെ. സോ ഇവിടെ ഉള്ളവർക്ക് എന്താണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ സലാലയിലുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മീ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സാൻഡ്വിച്ച് ആണോ, ഐസ്ക്രീം ആണോ, വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫ്രം അൽ വത്തിക്ക കോഫി ഷോപ്പ്. യെസ്, നൗ someone else is also enjoying it. ചുമ്മാ പറയുന്ന അപ്പം എന്തിനാ കഴിക്കണം? വീഡിയോ എടുക്കുന്നത്. ഓ, വീഡിയോ എടുക്കുന്ന യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇൻട്രോവേർട്ട് അല്ലേ? ഓക്കേ, യു കാൻ. ഞാൻ പറയാം. ഓക്കേ. വൈഫ് Get to me next. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ ഒരു കഫേ വന്നു.
നമ്മൾ വേറെ എവിടെയും ഇന്ന് പോകുന്നില്ല. ബിക്കോസ് നമ്മൾ നാളെ രാവിലെ ഒരു 2-3 AM ഇൻ ദ മോർണിംഗ് നമ്മൾ പോകും. സോ അതുകൊണ്ട് വി തോട്ട് വിൽ ജസ്റ്റ് സ്പെൻഡ് എ ഡേ ലൈക്ക് ജസ്റ്റ് കുറച്ച് സമയം ദ കഫേ ടു ഹാവ് എ കോഫി. അങ്ങനെ ഇവിടെ വന്ന മുടിയൊക്കെ ഇങ്ങനെ ആവും. സോ ഇറ്റ്സ് ലൈക്ക് എ ബീച്ചി കേളി ഹെയർ. ഇവിടെ ഇച്ചിരി ചൂടുണ്ട്. ബട്ട് അഗെയിൻ ഇറ്റ്സ് നോട്ട് സണ്ണി, ബട്ട് ഇച്ചിരി ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്. So I'm at Al Balid beach. Yes. So ഇവിടെ ഒരു ചെറിയൊരു cafe. Its name is Lantana Cafe. Yeah, so ഇവിടെ beach ആണ്. Nice ഒരു breeze ഉണ്ട്. But ഇച്ചിരി ഒരു ചൂടുണ്ട്. But വെയിലില്ല, but then little, humidity. സോ ഇവിടെ വേറൊരു കാഫെ ഉണ്ട്, റൊവാന എന്ന് പറയുന്ന. ആൻഡ് ഇവിടെ ഇരിക്കുമ്പോൾ യു ഗെറ്റ് ദറ്റ് ബീച്ച് വ്യൂ. സോ ഇതാണ് ലാന്റാന കഫേ. ബലീദ് ബീച്ച് റിസോർട്ടിൻ്റെ ബലീദ് ബീച്ച് ഇവിടെയാണ്. സോ ഇവിടെ ഇങ്ങനെ കുറേ കഫേസ് ഉണ്ട്. ദിസ് ഇസ് വൺ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. നമ്മൾ വന്ന വഴിക്ക് ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു. സോ ദിസ് ലോട്ട് ഹിയർ. ദിസ് നൈസ് ബീച്ച് വ്യൂ. ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇതാണ് നമ്മൾ ലാന്റാന കഫേയിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഡെസേർട്ട്സ് ആൻഡ് എസ്തെറ്റിക് വൈബ്സ്. സോ ഗൈസ്, ഇവിടെ വെച്ച് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് സലാല വ്ളോഗ്. So see you in another vlog. Take care. Bye bye.